ഹലോ എല്ലാവരും എന്ത് പറയുന്നു ആണ് ഇന്ന് വേറൊരു ഡേ ഇൻ മൈ ലൈഫാണ് അടുത്തൊരു ദിവസമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം അടുപ്പിച്ചിപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ട്. അത് കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോയിൻ്റ് തരുന്നവർക്കൊക്കെ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ വീഡിയോസ് ഉഴപ്പിയിട്ട് പിന്നെ ഇട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ സ്നേഹവും സപ്പോർട്ടും കമൻസും ഒക്കെ കാണുമ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായ സന്തോഷം എന്ന് മാത്രമല്ല ഒരു ഗിൽറ്റ് ഫീലിങ്ങും കൂടിയാണ് കേട്ടോ. വീഡിയോ ഇടാനായിട്ട് മടി വരുന്നത് മെയിൻ ഒരു കാര്യം, ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ പല പല സ്റ്റേജുകളിൽ വരുമല്ലോ, ഓരോരോ കാര്യങ്ങൾ പ്രയോറിറ്റി എടുക്കുമ്പോൾ. പക്ഷെ ഞാൻ ശരിക്കും വിചാരിക്കുക, എനിക്കിപ്പം ഒന്ന് ചിറ്റ് വീഡിയോ ചെയ്യാനായിട്ട് ഇരുന്നിട്ട് എന്നെ പറയണമെന്നറിയത്തില്ല. അപ്പം എനിക്കറിയാം ഒത്തിരി പേര് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ഇമെയിലൊക്കെ അയക്കുന്നുണ്ട്, ചേച്ചി ഭയങ്കര ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു മൈക്കിന് മുമ്പിൽ ചിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ. ഞാനതെന്തായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. മൈക്ക് വന്നു, അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കൊളാജൻ പൗഡർ കാണിച്ചു കേട്ടോ, വൈറ്റൽ പ്രോട്ടീൻസിൻ്റെ. അതെപ്പം ഉണ്ടാക്കിയാലും ഒരാളെങ്കിലും ചോദിക്കും ഏത് കൊളാജൻ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന്. വൈറ്റൽ പ്രോട്ടീൻസിൻ്റെ കൊളാജൻ പൗഡർ. അതല്ലെങ്കിൽ ഞാൻ അത് തീർന്നു കഴിയുമ്പോൾ ഒരു ചേഞ്ചിന് ഓർഗാനിക്കായിട്ട് മറൈൻ കൊളാജൻ, അങ്ങനെ മാറി മാറി മേടിക്കുക ചെയ്യാം. ഞാൻ മാത്രമേ ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ കൊളാജൻ. അതുകൊണ്ട് തന്നെ കുറേ മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ടേസ്റ്റ് ഇല്ല ഇതിന്, എന്നാലും ഒരു ചേഞ്ചിന് വേറെ മാറിയെടുക്കും. അപ്പോൾ രാവിലെ പുട്ടാണ് ഇന്ന്, എളുപ്പത്തിലുള്ള പരിപാടികളാണ്. പുട്ടടുപ്പത്ത് വെച്ചു, പിന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ചായ വേണ്ടവർക്ക് ചായയും എനിക്ക് കാപ്പി ഉണ്ടാക്കി. ഇനി ആ ഡിഷ് വാഷർ ഒക്കെ ഒന്ന് എം ടി ചെയ്യണം. ഇതങ്ങ് എം ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തൊട്ട് പാത്രങ്ങൾ വന്ന് തുടങ്ങുമല്ലോ. നമ്മൾ ഈ അമ്മമാരെന്നല്ല, ഒരു അടുക്കള ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം തൊട്ട് പിന്നെ ഇത് അവസാനിക്കുന്നവരെ ഒരു മടുപ്പുമില്ലാണ്ട് വരുന്ന സാധനമാണ് പാത്രങ്ങളെന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് കഴുകാനെടുത്ത് വെച്ചു. പുട്ടും പഴവും മുട്ടയും കൂടി ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ രാവിലെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. പിള്ളേരെ സ്കൂളിൽ വിട്ടു. ഞാൻ ഇന്ന് ഫ്രൈഡേ ആണ്, അതുകൊണ്ട് ലഞ്ച് ബാഗൊന്നും പാക്ക് ചെയ്യണ്ട. അപ്പോൾ ഇനി എനിക്ക് 11:30 ആകുമ്പം ഇളയ ആൾ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യണം. അതിനിടയ്ക്ക് ഞാൻ ജിമ്മിൽ പോകാനോട് റെഡിയായി. അപ്പോൾ അയച്ചുവിനെ സ്കൂളിലോട്ട് ആക്കിയിട്ട് ഞാൻ നേരെ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്ത് പിന്നെ തിരിച്ചു വന്ന് കുളിച്ചൊരുങ്ങി ഇവനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ നോക്കണം. അതാണ് പ്ലാന്. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇതിനൊരു പ്ലാൻ നമ്മുടെ ഇതിലോട്ടുള്ളത് നല്ലതാണ്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 80% പ്ലസ് മോളിലുള്ള ആളുകൾക്കും നമുക്ക് സെൽഫ് കൺട്രോൾ ഭയങ്കര കുറവാണ്. സ്ക്രോൾ ഒക്കെ ചെയ്തിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ഇരുന്ന് പോകും. അപ്പം നമുക്ക് പക്ഷേ ഒരു ഗോൾ ഉണ്ടെന്ന് വെച്ചോ, ഇന്ന സമയത്തിനുള്ളിൽ ഇന്നത് ചെയ്യണം, ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ചെയ്യണം, ഇത്ര കാര്യങ്ങൾ കഴിയണം. ഇതൊരു മേജർ 3 to 4 തിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ വീണ്ടും ഞാൻ എനിക്ക് ജിമ്മിൽ മെമ്പർഷിപ്പ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് കോളേജിൽ പോകാൻ തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഡിറ്റാച്ച്മെൻറ്റ് ആണ് വർക്കിൽ നിന്ന്. ഈ 3 മാസത്തെ സമ്മർ ബ്രേക്കിൽ എനിക്ക് പക്ഷേ ജൂണിൽ 2 ദിവസം അസൈൻ ഡേയ്സ് ഉണ്ട്. എനിക്ക് 1-2 ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടി പോകണം. അപ്പോൾ അതുവരെ കോളേജിൻ്റെ ജിമ്മിൽ പോകണില്ല. ഞാൻ ഇവിടെ വേറൊരു എൻ്റെ ഹസ്ബൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ജിമ്മുണ്ട് കേട്ടോ, അവിടെ വീണ്ടും റീജോയിൻ ചെയ്ത് എല്ലാ സമ്മറിലും ഞാൻ അവിടെ പോവാം. ഇത് കുറച്ച് ഫാൻസി ജിമ്മാണ്. ഒരു കുഴപ്പമുള്ളൂ, ഇവിടോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോമസിൻ്റെ അടുത്ത് പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒന്നും മിണ്ടാം, ആരോടൊന്നും പറയാം, പറയാനല്ലേ പറ്റത്തുള്ളൂ. ഈ സത്യം പറയാമല്ലോ, നിങ്ങൾ എന്താ പറയുക, ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഞാനിപ്പോൾ പറയാൻ വരികയാണ്, ആരോടും പറയല്ല, എൻ്റെ മനസ്സിലെ തോന്നലാണ്. എന്തായാലും ഇത് പൗട്ടായി, ഞാൻ അങ്ങോട്ട് പറയാൻ തന്നെ. ഈ ഭയങ്കരമായിട്ടും ഒടുക്കത്തെ ഷേപ്പൊക്കെ ആയിട്ട്, അപ്പോൾ അവർക്ക് നല്ല ബോഡി നല്ല ഭംഗിയുള്ളപ്പം അധികം ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവരൊക്കെ എന്താ 60 വയസ്സൊക്കെ ഉള്ളവരൊക്കെ പോലും ഉണ്ടാവും കേട്ടോ. എന്ത് ഭംഗിയായിട്ട് വെച്ചേക്കണം. ആദ്യം ഭയങ്കര ആവേശം മോട്ടിവേഷനാണ് കേട്ടോ ഇത് കാണുമ്പോഴത്തേക്കിന്. അപ്പം ഞാനിങ്ങനെ ഒരു തമാശ പോലെ പറഞ്ഞാലും എന്നെപ്പോലെ ഉള്ളവർക്ക് നമ്മൾ വർക്കൗട്ട് വർഷങ്ങളായി ചെയ്യുന്നുണ്ട്, എന്നാൽ ഉരുണ്ട മസിൽസും ഇല്ല, കുറേ ചാടിയ വയറും ഉണ്ടെന്നുള്ള അവസ്ഥയിൽ ഒരു അപകർഷതാബോധമുണ്ട്, എനിക്കുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ആരെയും മൈൻഡ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, അത്ര ചെയ്താൽ മതി. അപ്പം ഞാൻ ആദ്യം 25 2 സൈഡിലും ഇട്ട്
അപ്പോൾ 50 ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 45 2 വയസ്സ് 90 ഇട്ടു. കാലിന് മാത്രമേ കുറച്ച് ബലമുള്ളൂ. ആദ്യം തന്നെ ആ ഒരു മോട്ടിവേഷൻ കിട്ടാൻ ആദ്യം കുറച്ച് നേരം നടക്കും കേട്ടോ. കുറച്ച് ഒരു 10-15 മിനിറ്റ് നടക്കും, കുറേ സ്ട്രെച്ചൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുക പുഷപ്സ്, മോഡിഫൈഡ് പുഷപ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഞാൻ ഈ അസിസ്റ്റഡ് സ്ക്വാഡ്സ് ചെയ്യാണ്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു വന്ന പോലെ ജിമ്മിൽ ഞാൻ എല്ലാ വർഷവും ഭയങ്കര മോട്ടിവേഷനൊക്കെ പോയി തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് ഒരു ട്രെയിനറെ എടുക്കും, പേഴ്സണൽ ട്രെയിനറെ. അപ്പോൾ ഇപ്രാവശ്യം എടുത്തേക്കുന്ന പേഴ്സണൽ ട്രെയിനർ പേഴ്സണൽ എക്സസൈസും ന്യൂട്രീഷനും ലൈഫ് സ്റ്റൈലും എല്ലാം കൂടെ കോമ്പിനേഷനാണ്. ശരിക്കും നല്ല കാശ് മുടക്കുള്ള പരിപാടി. ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനത്തെ നല്ല സ്കില്ലുകളുണ്ടെങ്കിൽ പറ്റിയൊരു ബിസിനസ്സാണ് കോച്ചിങ് എന്ന് പറയുന്ന ബിസിനസ്. പക്ഷേ എൻ്റെ കോച്ച് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അപ്പം എന്താ പറയുക, കുറച്ച് ഈ ഒരു സമ്മറിൽ 2-3 മാസം എടുക്കാം. അത് കഴിയുമ്പോഴത്തേന് നമുക്ക് മോട്ടിവേഷൻ, നമ്മൾ നന്നായില്ലോ, പിന്നെ ഈ നന്നാവൽ പോണവരെ തന്നെത്താനെ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു ക്രിയാറ്റിൻ. ഞാൻ മുന്നേ പണ്ട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ചെറിയ സ്കൂപ്പ് ക്രിയാറ്റിൻ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കും. ഒരു മസിൽ സോറിനൊക്കെ നല്ലതാണ്. അത് ഇന്നലെ ആയിരുന്നു ട്രെയിനർ, ഇന്ന് ഞാൻ സെൽഫായിട്ടാണ് ചെയ്തത്. ട്രെയിനറപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഒരു പ്രോട്ടീൻ സ്മൂത്തി ഉണ്ടാക്കുക. അപ്പം എനിക്ക് ന്യൂട്രീഷൻ കോച്ച് അല്ലാണ്ട് ന്യൂട്രീഷനിസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 100-ന് മേളിൽ വേണം എനിക്ക് പ്രോട്ടീൻ ഇത് വർക്കൗട്ട് ചെയ്യണ ദിവസങ്ങളിൽ. അത് വലിയ പ്രയാസമാണ്. നമ്മുടെ ചോറും കറിയും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് 100-120 ഒക്കെ പ്രോട്ടീൻ എടുക്കേണ്ട ദിവസം ഭയങ്കര പ്രയാസമാണ്. ഞാനിങ്ങനെ 120 നമ്മൾ നഴ്സിംഗൊക്കെ പഠിക്കുമ്പോൾ 1 ഗ്രാം പ്രോട്ടീൻ പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് എന്നാണ് പഠിക്കണത് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് 1.5 to 2 വരെയൊക്കെ ആകാം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇപ്പോൾ വീഡിയോയിൽ എന്നെ ഇഷ്ടമുള്ളവർ ചിലപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് അങ്ങനെ ചെയ്യരുത്. നമ്മൾ അത്യാവശ്യം അസസ്മെൻറ്റും കിഡ്നിയും ലിവറും ബോഡിയും ഒക്കെ നോക്കി ടെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ വേണം കേട്ടോ. പ്രോട്ടീൻ എന്തെങ്കിലുമൊക്കെ ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ. പക്ഷെ ഞാനിപ്പം ചെയ്തത് പറയാം. ഞാൻ 10 grams പ്രോട്ടീൻ കൊളാജൻ എടുത്തു, 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കഴിഞ്ഞ് വന്നത് ഇത് 30 grams പ്രോട്ടീൻ്റെ ഒരു സ്കൂപ്പാണ്. അതിനകത്ത് ഞാൻ ഗ്രീക്ക് യോഗട്ട് ഇട്ടിട്ടുണ്ട്. ആ ഗ്രീക്ക് യോഗട്ടിൽ ഒരു കുറച്ച് 6-7 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ ലേശം ഗ്രീക്ക് യോഗട്ടല്ല, നമ്മുടെ നാടൻ യോഗട്ട്. അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കുറവാണ്. ഗ്രീക്ക് യോഗട്ട് തീർന്നു പോയിരുന്നു. നാടൻ യോഗട്ടിൽ ഇത്തിരി കുറവാണ് പ്രോട്ടീൻ. ഈ വേ പ്രോട്ടീനാണ് കേട്ടോ. 25 grams ഓഫ് പ്രോട്ടീനാണ് ഒരു സ്കൂപ്പിനകത്തുള്ളത്. പിന്നെ ഞാൻ ഇത്തിരി ഒരു മാംഗോയുടെ പ്യൂരി ഒഴിച്ചു, കാരണം ചെറിയ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കീറ്റോ ഡയറ്റൊക്കെ നോക്കുന്നെങ്കിൽ അങ്ങനെ മാംഗോ പ്യൂരി ഒന്നും എടുക്കരുത്. പക്ഷേ ഇത് വെരി വെരി ലോ കാർബാണ്. ഇനിയിപ്പം കുളിക്കണം. അതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ തീർക്കാം. ഇനിയിപ്പോൾ ഇത് ഡ്രസ്സ് മാറി പിന്നെ കുളിച്ച് പിന്നെ ഡ്രസ്സ് മാറില്ല. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ ലാഭം നോക്കിയതാണ്. പതുക്കെ ഈ ഒരു സ്മൂത്തി കുടിച്ചു. ആ സമയത്താണ് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യും. തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. വോയിസ് ഓവർ മിക്കവാറും ഈവനിങ്ങിലായിരിക്കും കൊടുക്കുക. നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്തെങ്കിലും വീഡിയോസ് ഏതെങ്കിലും കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണും. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും കാണാറില്ല കേട്ടോ. വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഉഴപ്പാണ്. വീട്ടിൽ വർക്കൗട്ട് എന്ന് പറയുമ്പോഴത്തേന് ചെറിയൊരു കള്ളത്തരമാണ്. വെച്ചാൽ അങ്ങനെയല്ല, പുഷ് ചെയ്യുന്നതിൻ്റെ മാക്സിമം പുഷ് ചെയ്യില്ല. എനിക്ക് എൻ്റെ പീക്ക് പെർഫോമൻസ് ഞാൻ വീട്ടിൽ ജിമ്മിൽ ചെയ്യാറില്ല. അത് വീഡിയോ ഒക്കെ കണ്ട് കുറച്ച് ഇങ്ങനെയാണല്ലോ. ഇനി കുളിച്ച് വന്നു കഴിഞ്ഞ് ഞാനൊരു റാപ്പ് അറൗണ്ട് ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ പണ്ട് ഒരു സിനിമയിൽ ഇന്നസെൻ്റ് മുണ്ടെടുക്കാൻ നേരത്ത് അപ്പനും അമ്മയ്ക്കൊക്കെ വിളിക്കുന്ന പോലത്തെ എനിക്ക് ഇതിൻ്റെ വള്ളി അങ്ങ് കയറിപ്പോയി. പക്ഷെ അവസാനം ഇട്ട് പിടിച്ച് വന്നു. പക്ഷേ ഇതൊരു ഭയങ്കര കോമഡി ആയിപ്പോട്ടെ. ഇന്ന് എനിക്ക് ഐസക്കിൻ്റെ സ്കൂളിൽ നിന്ന് തന്നെ പിക്ക് ചെയ്ത് പുറത്തിറങ്ങി പാർക്കിംഗ് ലോട്ടിൽ നിന്ന് കാറ് മാറ്റി ഇടാനുള്ള സമയമുള്ളൂ. അത് കഴിഞ്ഞ് 11:45 അവൻ്റെ സ്കൂളിനകത്ത് തന്നെ സെലിബ്രേഷൻ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കുറച്ച് അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്തിരി വൃത്തിയായിട്ട് പോകുന്നത് വെച്ചാൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ റാപ്പ് അറൗണ്ട് ഡ്രസ്സ് കോസ്കോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രാൻഡ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ റാപ്പ് ചെയ്യുന്ന ടൈപ്പ് ഇത്തിരി ഒരു നെക്ക് ഒത്തിരി ഇതുള്ള ചെസ്റ്റ് ഉള്ളവർക്ക് ചിലപ്പം ഒരു വലിയ ക്ലീവേജ് പോലെ തോന്നും. പക്ഷേ കുഴപ്പമില്ല. ഇങ്ങനെ നോർമൽ ആവറേജ് സൈസ് ചെസ്റ്റൊക്കെ ഉള്ളവർക്ക്
അത്രയ്ക്ക് ഡീപ്പായിട്ട് തോന്നില്ല കേട്ടോ. ഇങ്ങനെ ക്ലീവേജ് അങ്ങനെ ഭയങ്കരമായിട്ടും എക്സ്പോസ്ഡ് ആവില്ല. പിന്നെ ഇത് റാപ്പ് അറൗണ്ട് ഞാൻ ഒത്തിരി കാലമായിട്ടോ റാപ്പ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് മിക്കവാറും ഒത്തിരി ഡ്രസ്സുകൾ ഞാൻ ഇടാറുണ്ട്. എല്ലാം റാപ്പ് ചെയ്യുന്നത് ഒത്തിരി കാലമായിട്ടിട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുട്ടൻസ് അങ്ങ് മറന്നുപോയി. ഞാൻ താമസിക്കുന്നത് ലത്ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാറ്റെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മളെ പറത്തിക്കൊണ്ടുവന്ന കാറ്റുള്ളൊരു ദിവസമായിരുന്നു. ഒരു കൈ ഇങ്ങനെ ഈ മുണ്ടിൻ്റെ പാളി ഊരിപ്പോവില്ലേ, അത് പിടിക്കേണ്ട പോലത്തെ. ഞാനപ്പോൾ ഓർക്കും ദൈവം ഇതിനകത്തൊരു സേഫ്റ്റി പിൻ കുത്തി വെക്കേണ്ടതായിരുന്നു എന്ന്. അവർ അന്നേരം പോകുന്നതിന് മുമ്പ് ഒന്ന് ഇച്ചിരി ഒന്ന് റെഡി ആയിട്ട് പോകുമെന്ന് വെച്ചു. സൺസ്ക്രീൻ മസ്റ്റ് ആണല്ലോ, നല്ല വെയിലുള്ള ദിവസമാണ്. അവിടെ സൺസ്ക്രീൻ ഇട്ടു, മുടിയൊക്കെ ഒന്ന് ഉണക്കി. സ്ട്രെയിറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി മടിയാണ്, കാരണം ഞാൻ കുറച്ച് മുടിയിൽ കുറച്ച് പണിയാമെന്ന് വിചാരിച്ചു. ഞാൻ മുടിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം എനിക്ക് തോന്നി അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എൻ്റെ ഒന്ന് രണ്ട് ആരും പറയാത്ത ടിപ്സും ഉണ്ട്. കാരണം എൻ്റെ മുടി ഭയങ്കരമായിട്ടും കൊഴിയുണ്ടായിരുന്നേ. അപ്പോൾ ആൾക്കാരും മുടി കൊഴിയുന്നു, മുടിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങ് വിടും. കാരണം നമുക്ക് ഓൾറെഡി ഒരു ഭയങ്കര അഹങ്കാരം ഉണ്ടല്ലോ, മുടിയുണ്ട്. ഇപ്പോഴത്തെ കാര്യമല്ല, പഴയ കാര്യമാണ് പറയുന്നത്. മുടി കൊണ്ട് വലിയ ശല്യമാണെന്നുള്ള ഒരു രീതിയായിരുന്നു എനിക്ക്. ആ സുഖം അങ്ങോട്ട് പോയി. എനിക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മാംഗോ, ഞങ്ങളുടെ പട്ടിക്കുട്ടി, അവൾ ഷെഡ് ചെയ്യില്ല, അവൾ ഹസ്കി ഗോൾഡൻ റിട്രീവറിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. അപ്പോൾ രണ്ടും മുടിയുള്ള സാധനമാണല്ലോ. ഈ ഹസ്കിയൊക്കെ പൊഴിയണ പോലെ കൈകൊണ്ടിങ്ങനെ പിടിച്ച് ഉരിഞ്ഞാൽ മുടി വരുന്ന പോലെ, ശരിക്കും ഈ ഹോർമോണൽ കഷണ്ടി പോലെ ഭയങ്കര അലോപേഷ്യ. ആ ഒരു ഡയഗ്നോസ് ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മുടെ മുടിയിൽ ഇങ്ങനെ തലയോട്ടി തെളിഞ്ഞ് കാണുന്ന പോലെ വന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനത്തെ മുടി കൊഴിച്ചിലിന് ഉലുവ വെള്ളവും ഹോം റെമഡീസ് ഒന്നും വർക്കൗട്ട് ആവില്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടി പറയാം. ഈ ചെറിയ 4-5 മുടി, കുറച്ച് നമ്മുടെ നോർമൽ മുടി കൊഴിച്ചിലുണ്ടല്ലോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വല്ലാണ്ട് മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എനിക്ക് പിന്നെ ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്തിന് മുടി കൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്നെ പിടിച്ചു കുത്തും. കാരണം അയാളുടെ ഭാര്യ ക്ലിനിക്കിലുണ്ട്. ആ പുള്ളിക്കാരത്തേക്ക് ആകെ 4 മുടിയേ ഉള്ളൂ, പുള്ളിക്കാരന് ഒട്ടും മുടിയില്ല. അപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് അവരെ നമുക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ മുടി കൊഴിഞ്ഞതിന് ട്രീറ്റ്മെൻറ്റ് പോകാൻ എങ്ങനെയാ ഫാമിലി ഫിസിഷ്യൻ്റെ അടുത്ത് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്തു. എനിക്ക് കുറേ മുടിയൊക്കെ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ ആ വഴിയും കഥയൊക്കെ ഞാൻ എന്തായാലും അതൊരു സിറ്റ് ഡൗൺ വീഡിയോ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. ലിപ്സ്റ്റിക്കും വെച്ച് കണ്ണാടിയും വെച്ച് സ്കൂളിൽ പിക്കാൻ വേണ്ടി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പാവാട പറന്നു പോകാതിരിക്കാൻ വേണ്ടി അത് പിടിച്ചുകൊണ്ട് പോകണം. കൊച്ചു വരെ എന്നെ കണ്ണുരുട്ടി നോക്കണ അവസ്ഥയായി, ഇതെന്ത് തള്ളേ നിങ്ങൾ നടക്കണേന്ന്. ഇനിയിപ്പോൾ അവൻ്റെ ക്ലാസ്സിൽ തിരിച്ചു പോകണം. അത് കഴിഞ്ഞിട്ട് അവനെയും കൊണ്ട് ഞാൻ വെള്ളിയാഴ്ച വലിയ ആൾ വരും ഇത്തിരിയുടെ കഴിയും കേട്ടോ. അപ്പോൾ ഈ 12 മണിക്കൊക്കെ വീട്ടിലെത്തിയിട്ട് പിന്നെ അതുവരെ എന്താ ചെയ്യുക, ഈ ഒരു ഐപ്പാടൊക്കെ നോക്കി ഇരിക്കലുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും വെള്ളിയാഴ്ച, ഈവനിപ്പോൾ എനിക്ക് വർക്കുണ്ടെങ്കിലും ഞാൻ വെള്ളിയാഴ്ച ഇവനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് മിക്കവാറും ഞാൻ. എന്നിട്ട് ഞങ്ങൾ സ്വാദ് എന്ന് പറഞ്ഞിടത്തൊരു മലയാള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അവിടുത്തെ മെനു ഒക്കെ റിന്യൂ ചെയ്തു. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, ഇവർക്ക് കുറേ പേര് സ്വാദിഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ജോലി കഴിഞ്ഞു. അപ്പോൾ ആൾക്ക് സെൻഡ് ഓഫ് പോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ബീഫ് ബിരിയാണി ട്രൈ ചെയ്തു. അന്ന് ആരോ മേടിച്ച ബീഫ് ബിരിയാണി ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഐസക്കവൻ്റെ സ്ഥിരം സാധനം സോഡ ലൈമും പിന്നെ കൽദോശയും, ഞാൻ ബീഫ് ബിരിയാണി, പിന്നെ ഒരു നല്ല മസാല ചായ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഞാൻ ലോ കാർബ് ഡയറ്റ് ആണെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങനെ തോന്നി അങ്ങ് കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഫുൾ ബിരിയാണി ഒന്നും കഴിക്കാനുള്ള ആംബിയർ എനിക്കില്ല. അതിനകത്ത് ബീഫ് കഷ്ണമൊക്കെ പെരുക്കിയിട്ടു. ആ ബീഫ് കഷ്ണത്തിൽ കുറച്ച് ചോറൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ. ബാക്കി ഇതാ കണ്ടോ, ഒരു പ്ലേറ്റ്. എനിക്ക് അത്രേ കഴിക്കാൻ പറ്റും, കുറച്ച് കഴിക്കുള്ളൂ. കാരണം എൻ്റെ കോച്ച് കാലറി ട്രാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേണേൽ ഫോട്ടോ എടുത്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതിയാൽ മതി. പിന്നെ ഞാൻ ഇമ്മാനുവലിന് ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. തോമസിന് ചില്ലി ചിക്കൻ മേടിച്ചു. അവിടം വരെ പോയിട്ട് പിന്നെ ഇവർക്കൊക്കെ എങ്ങനെ മേടിക്കാണ്ട് വരുന്ന വെച്ചിട്ട് ഈ ഷെസ്വാനൊക്കെ ഇപ്പം അങ്ങോട്ട് സ്കൂളിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ പടപടാന്ന് തീരും കേട്ടോ. എൻ്റെ ബീഫ് അതൊരു 2 ദിവസത്തേക്ക് ഉണ്ടാവും, ഇവന്മാർ കഴിച്ചോളും. അപ്പം ഞാൻ ബിരിയാണി കഴിക്കാൻ തോന്നി എന്ത് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിലാണ് പറയാൻ വന്നത്, ബിരിയാണി കഴിക്കണം എന്ന് തോന്നി നമുക്ക് കഴിക്കാം, പക്ഷേ ബിരിയാണിയിൽ മുഴുവൻ ചോറും കഴിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ. നമുക്കതിൻ്റെ ആ മസാലയും ഫ്ലേവറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ.
പിന്നെ ഞാനിപ്പം എന്താ പറയുക രാവിലെ അത്രയും വർക്കൗട്ടും ചെയ്തായിരുന്നു. അപ്പോൾ കുറേ അധികം ബീഫിൻ്റെ കഷ്ണം കുറച്ച് ചോറൊക്കെ ആയിട്ട് ബിരിയാണി കഴിഞ്ഞു. പിന്നെ അവർ ഭക്ഷണം കഴിച്ച് റിലാക്സ് ചെയ്യുന്ന കുറച്ച് ഐപ്പാടൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്ത് കടയിൽ പോകാൻ വേണ്ടി അവരെയും കൂട്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ. ഞാൻ എന്താ പറയുക ആകെ ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മറവി രോഗം വന്നു തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാനൊരു ചെറിയ പ്ലാനറും കലണ്ടർ തീർന്നായിരുന്നു, അതൊക്കെ മേടിച്ചു. അത്യാവശ്യം മുട്ട, പാല്, പപ്പായ, പിന്നെ സ്ട്രോബെറി, കുറച്ച് പഴവും അങ്ങനത്തെ പച്ചക്കറികൾ സാധനങ്ങൾ മാത്രമേ മേടിച്ചുള്ളൂ. ഡീറ്റെയിൽ ഗ്രോസറി ഷോപ്പിംഗ് ഒന്നുമില്ല. മാംഗോയുടെ പൂട വറുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് നമ്മുടെ ഈ യന്ത്രപ്പെണ്ണിനെ. ഒരു കാര്യമില്ല, ഇവിടെ മുഴുവനും ഈ ഒരു റോബോ വരെ സുല്ലിട്ടു. ഞാൻ ഇതിന് മുമ്പത്തൊരു വീഡിയോ പറഞ്ഞു, റോബോയുടെ വാല്യുവേഷൻ എന്താ പറയുക, ഇത് ഫീഡ്ബാക്ക് ചോദിച്ചവർക്ക് മടിപ്പണിയാണ് കേട്ടോ. അവിടെയൊക്കെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കി വരും, അത്രേ ഉള്ളൂ. മുക്കും മൂലയൊക്കെ വൃത്തിയാവണേ ഇതാ നമ്മൾ ഇതുപോലെ ചൂലെടുത്തോ വാക്യൂം എടുത്തോ നമ്മുടെ കൈ എത്തിക്കണം. മുക്കിലും മൂലയ്ക്കൊന്നും മെഷീനൊന്നും എത്തത്തില്ല. പക്ഷെ അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് എന്താ പറയുക, ഒരു മൊത്തത്തിലൊന്ന് നോക്കിയാൽ വൃത്തിയായിരിക്കണം, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഈ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മളെ അടിച്ചു വരാൻ വിടത്തില്ലേ വീട്ടിൽ നിന്ന്, അപ്പനും അമ്മയൊക്കെ പോയി ഒന്ന് വൃത്തിയാക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ കള്ളപ്പണി പണിയത്തില്ലേ, ആ പണിയാണ് ഈ റോബോ വാക്യൂം അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്. അവിടെ വാക്യൂമായി ഇരിക്കുന്നുണ്ട്. കുറച്ച് ഫ്രൂട്ട് സ്നാക്ക് കൊണ്ടുവന്ന് അവന്മാർ കഴിക്കുകയൊക്കെ സമയത്ത് ഞാൻ തുണി ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ പാത്രം കഴുകുക, തുണി ഇളക്കുക, തുണി മടക്കുക, ഇങ്ങനത്തെ പണിയൊക്കെ ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ചന്ദ്രനിൽ പോയാലും ചൊവ്വേ പോയാൽ പോലും ഉണ്ടാവും തന്നെ എനിക്ക് തോന്നുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു എന്തായാലും ഐസക്കിൻ്റെ കുറേ തുണികൾ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളത്, ഒറ്റ പ്രാവശ്യം ഇട്ടതൊക്കെ വരെ നമുക്കത് കളയാനേ തോന്നില്ല. അപ്പം നമ്മളിപ്പം അത് കുറച്ച് പേർക്കിട്ട് ആർക്കെങ്കിലും ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആരെ ഇൻസൾട്ട് ചെയ്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല ഡ്രസ്സുകളാണ്, ഒരു കുഴപ്പമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡൊണേഷൻ ബോക്സുകളിൽ കൊണ്ടിടാം. ഡയബറ്റിസ് കാനഡയുടെ ഡൊണേഷൻ ബോക്സ് ഉണ്ട്, നമ്മുടെ ഇവിടെ തന്നെ വാല്യൂ വില്ലേജ്, ഗുഡ് വിൽ, അങ്ങനത്തെ ഒക്കെ പല ഓർഗനൈസേഷൻസിൻ്റെയും ഡൊണേഷൻ ബിന്നുകളുണ്ട്. അതിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ഒരു ചെറിയ പ്രോഫിറ്റിനാണ് വിൽക്കുക. എന്നാൽ തന്നെയും ഇപ്പോൾ ഒരു $50 സാധനം $5 ആവശ്യമുള്ളവർക്ക് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനെല്ലാ ഈ ഒരു സ്പ്രിംഗ് സീസണിലും സ്കൂൾ അടയ്ക്കാറാകുമ്പോഴാണ് മെയിൻലി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇവിടെ സ്കൂൾ അടയ്ക്കണ സമയം, തുറക്കണതിന് മുമ്പ് സമയം, എപ്പോഴാണോ ഒരു ഡീക്ലട്ടറിങ്ങിൻ്റെ സമയം കിട്ടുന്നത് ആ സമയത്ത് എല്ലാ തുണികളും പാകമുള്ളതും നമ്മൾ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടാവും, പാകമില്ലാത്തൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ട് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഇമ്മാനുവലിൻ്റെ അടുത്ത ദിവസം എക്സാമിന് കുറച്ച് പഠിക്കാനുണ്ട്, അപ്പോൾ അവന് വേണ്ടി അവിടെ കൂട്ടൊക്കെ ഇരുന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീഡിയോയും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണല്ലോ, വീഡിയോ കണ്ടു തുടങ്ങുമ്പം തന്നെ അല്ല, ഇത്തിരി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്ന ഒരു ഹാർട്ടാണല്ലോ, ഒരു കമൻറ്റ് ഇടണം. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ വീഡിയോ ആ ആൽഗോരിതത്തിൽ ഒന്ന് മുന്നിലോട്ട് പോകാൻ വേണ്ടി സഹായിക്കും. അടുത്ത വീഡിയോയുടെ വരും വരെ.